എന്താ കഴിക്കാൻ വേണ്ടേ? എന്താ കഴിക്കാനുള്ളേ? ഇവിടെ ഇപ്പൊ പുട്ടും കടലുണ്ട്. എന്നാ കടലയും പുട്ട് കൊടുത്തു. അയ്യോ, കടലയും പുട്ടും ഇവിടെ ഉണ്ടാവില്ല. ഇയാളെന്ത് തേങ്ങി പറയണേ? എന്നാ പുട്ടും കടലുണ്ടാവും. പുട്ടും കടലുണ്ട്, അത് എപ്പോ എടുക്കാം? നിങ്ങളുടെ സ്ഥലം എവിടെ? എറണാകുളത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അനീഷിന്റെ പേര് ഞാൻ മറന്നു. ചേട്ടാ അനീഷിന്റെ പേരെന്താ? മണ്ട, എറണാകുളത്തുള്ള നിന്റെ കൂട്ടൻ അനീഷിന്റെ പേര് എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾ എന്റെ അനിയന്മാർ തന്നെ ആണോ മണ്ടന്മാരെ? അനീഷിനെ ഫോൺ വിളിച്ചു ചോദിക്കണം, അവന്റെ പേരെന്താന്ന്? ചേട്ടായിക്ക് ഭയങ്കര ബുദ്ധിയാട്ടാ. അല്ലെങ്കിൽ അമ്മ പറയാറുണ്ട് അച്ചായുടെ ബുദ്ധി ചേട്ടായിക്ക് ഇട്ടേക്കണേന്ന്. അച്ചായുടെ ബുദ്ധിയാ? അമ്മാരിങ്ങനെയാണെങ്കിൽ ഇമാരെ അച്ചായി മരമണ്ടരായിരിക്കണോല. ചേട്ടായി ചായയുടെ ചായപ്പൊടി ഇല്ലല്ലോ. എന്നാ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് അവർക്ക് ചായ കൊടുക്കും. ചേട്ടായുടെ ഒരു ബുദ്ധിയേ. ചേട്ടന്ന് ബില്ലെടുത്തോ? ഇത് കഴിഞ്ഞു, പകരം അപ്പ് കൊടുക്കട്ടെ. എന്താ പ്രശ്നം? ചേട്ടായി ഇവർക്ക് ബില്ല് കൊടുക്കാൻ. ക്ഷമിക്കണം, അവന് ഈ കടയിലെ പറ്റി ഒരു ധാരണയില്ല. അല്ല, നിങ്ങൾക്ക് ബില്ല് പൊള്ളിച്ചത് വേണം, ബില്ല് വരട്ടിയത് വേണം. പൊന്നായിട്ട് ഇവിടെ വിദ്യാഭ്യാസമുള്ള ആരുമില്ല. എന്താ പ്രശ്നം? ചേട്ടാ ബില്ല് വെച്ചിട്ട് ഒരു കുറച്ചു നേരം പൊട്ടം കളിക്കുന്നു. നിങ്ങളോട് കടവൻ ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറാം. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബില്ല് കുറച്ചു നേരം കാത്തിരിക്കാൻ പറ്റും. പിന്നെന്താ? ഞാൻ അടുക്കളയിൽ പോയി ഇപ്പൊ ഉണ്ടാക്കിണ്ട് വരാം ബില്ല്. ഇത് പറഞ്ഞ വെപ്പിരായണം വരാത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയാലേ ബില്ല്. എന്റെ പൊന്നിയായിട്ട് തിന്ന സാധനങ്ങളുടെ പൈസയാണ് ഞാൻ ചോദിച്ചത്. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് ബില്ല് വേണ്ട. അപ്പൊ ചേട്ടൻ അറിയ ബില്ല് എന്താന്ന്? എന്നിട്ടാണ് ഇത്ര നേരം എല്ലാവരും തമാശ ചേട്ടൻ വിളിച്ചത് ബില്ല് എടുത്തിട്ട് പോലെ ഞാൻ അടുക്കളയിൽ പോയി ഇപ്പൊ ഉണ്ടാക്കിട്ട് ബില്ല് പോലെ കുറച്ച് പൊതിഞ്ഞു കൊണ്ടുപോകാം. നമ്മളും മണ്ടന്മാരോ ഒരു വേണ്ട. ഈ ബില്ല് എങ്ങനെ ഉണ്ടാക്കണേ? എടാ തിരുമണ്ട, ആ തിളച്ചെണ്ണയിലേക്ക് എടുത്തിടാ, ഒരിഞ്ഞു വരുമ്പോ ബില്ലാവും.